മുച്ചേ എന്താണ് എല്ലാം മേടിച്ചിട്ടുണ്ട് ഓ ടീമേ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഞായറാഴ്ച ദിന ആശംസകൾ. കൊച്ചിക്കാരൻ ഞായറാഴ്ച എന്ന് പറയുള്ളൂ കേട്ടോ. ഞായറാഴ്ച രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കറിക്കും മറ്റുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്ന പതിവുണ്ട് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ 9:30 മണിയായിട്ട് ഇവിടുന്ന് പോയപ്പോൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. എല്ലാം അമ്മച്ചിയും താരയും പറഞ്ഞ സാധനങ്ങൾ മേടിച്ചേക്കുന്നുണ്ടാ. ഞായറാഴ്ച ആകുമ്പോൾ ഒരു പ്രത്യേക മേടിക്കലുണ്ട്. അമ്മച്ചി എന്ത് ചെയ്യണ? സവാള അരിഞ്ഞ് വെക്കണേ, എരിവരച്ചൊക്കെ അന്നത്തെ ചിക്കനല്ലേ. ചിക്കന് കുറച്ച് വെറൈറ്റി ആണല്ലോ. അത് വെക്കുമ്പോൾ കണ്ടോ ചിക്കനേ 177 രൂപ കിലോ. അത് ആൾക്കാർ മേടിക്കണ്ടല്ലോ കൂലി. ഇത് 2 കിലോനും 900 ഗ്രാമും ഉണ്ട്. അമ്മച്ചി എപ്പോഴും പറയും വലിയ ചിക്കനെ മേടിക്കാൻ പാടില്ലെന്ന് പറയും. എന്താ അങ്ങനെ പറയണ? അതെന്താണെന്നാ, കുറച്ച് ഇപ്പം എടുക്കാൻ കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ എടുക്കാം. ചെറിയ ചിക്കൻ നമ്മൾ കറി വെച്ചാലും കാണിയല്ല, മാംസം ഉണ്ടായാലും. അമ്മച്ചിക്ക് എപ്പോഴും ചിക്കൻ മേടിക്കും വലുതായിരിക്കണം. 3 കിലോ മേലുള്ള ചിക്കൻ ഉണ്ടെങ്കിൽ അത് മേടിക്കാൻ വേണ്ടി പറയും. അപ്പം നമുക്ക് എന്താണ്, നമ്മൾ 3-4 ദിവസമൊക്കെ ഉണ്ടാവും. അപ്പം 4 പ്രാവശ്യം കറി വെക്കാം. വലിയ ചിക്കൻ മേടിച്ചാലേ ഇത് കഴമ്പ് കൂടുതലായിരിക്കുമല്ലോ, അപ്പോൾ നമുക്ക് അധികം ഉള്ള പോലെ തോന്നും. പക്ഷെ പൈസ ഇത്തിരി കൂടും. എന്നാലും നമുക്ക് അല്ലേ. ഇപ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ചിക്കൻ എരിവെർച്ചിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ അമ്മച്ചി അരിയുന്നുണ്ട്. പിന്നെ മേടിച്ചേക്കണത് താരെന്താ മിണ്ടാത്ത ക്യാമറ മേൻ താര അടപ്രഥമൻ്റെ ഐറ്റംസ് മേടിക്കാൻ പറ്റും. അല്ല അടപ്രഥമൻ അല്ലേ പറഞ്ഞ താര ക്യാമറ ചെയ്യാനുണ്ടാ. അല്ല ഇതേ ഞാൻ എത്ര കടയിൽ പോയെന്നറിയാമോ? ഇത് മിക്സ് മാത്രമേ ഉള്ളൂ എല്ലായിടത്തും. ഈ അട മാത്രമായിട്ട് മേടിക്കാൻ കിട്ടൂല. പിന്നെ അടപ്രഥമൻ കഴിക്കാനുള്ള പഴമുണ്ട്. എന്ത് പഴമാണിത്? പഴമുണ്ട്, പൂവൻ പഴം. പിന്നെ ക്ലബ് സോഡ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെറ്റിദ്ധരിക്കരുത്, സോഡ നാരങ്ങ ഒഴിച്ച് കുടിക്കാൻ വേണ്ടിയാണ്. പിന്നെ വേപ്പില, കറിവേപ്പില വെച്ചിട്ടുണ്ട്. പച്ചവളം എന്താ മേടിക്കാൻ പറയാം ഞാൻ അമ്മച്ചി? പച്ചവളം ഇവിടെ ഉണ്ടാ? പച്ചവെള്ളം കുറച്ചുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് പച്ചവളം വെച്ചില്ല. നെയ്യ് മേടിച്ചിട്ടുണ്ട്. ഇതിന് നെയ്യ് ഉണ്ടായി. പിന്നെ എന്താണ്? കംഫർട്ട്. എന്താ അമ്മച്ചി ഇത് പറഞ്ഞ പേര്? ഇത് വിചാരമെന്നാ പറയുള്ളൂ. കംഫർട്ട് പറഞ്ഞേ. കൺഫർട്ട്. ഈ സവാള അരിയിൽ നിർത്തി ഞാൻ കരയുന്നു. സവാള അപ്പൊ കണ്ണുനീരുള്ള ഇതെന്താണ് അമ്മച്ചി? ഇതെന്താ? ചുക്ക് ഇവിടെ ഉണ്ട്. ചുക്ക് ഇവിടെ ഉണ്ടാ? താരം കൊണ്ട് ചുക്ക് മേടിച്ചേക്കുന്നത്. അതായത് ഇത് അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടി. ഇതെന്താണെന്ന് അറിയാമോ? പറയാൻ കിട്ടണില്ല. പറ. പായസം ഉണ്ടാക്കുമ്പോൾ ഇടുന്നതാ അടപ്രഥമൻ. എന്താ പറയാ താര? ഇത് ചവ്വരി. ശരിക്കും തെർമോക്കോളിന്റെ ഇത് പോലെ ഇരിക്കണല്ലേ. ചവ്വരി ആദ്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ അടപ്രഥമൻ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടില്ല. പിന്നെ പപ്പടം ഉണ്ടാക്കിയിട്ടില്ല. പപ്പടം മേടിച്ചിട്ടുണ്ട്. ശർക്കര ഇവിടെ ഉണ്ടല്ലോ താരെ? ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങ മേടിക്കാൻ പറഞ്ഞു. 4 നാരങ്ങ വെച്ചിട്ടുണ്ട്. സോഡ നാരങ്ങളും കുടിക്കാനാ. നാരങ്ങ വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്? ഇതെന്താണ്? കശുവണ്ടിപ്പരിപ്പ്. അല്ല, അതിൻ്റെ ഉള്ളിൽ കശുവണ്ടിപ്പരിപ്പാണ്. പിന്നെ ഇതുണ്ട് കേട്ടോ, ഉണക്കമുന്തിരി ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ 1 കിലോ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ട്. നാരങ്ങ ഇനിയുണ്ട്. പിന്നെ വെളിച്ചെണ്ണേ, ഞാനിത് മേടിച്ചിട്ട് തിരിച്ചു വന്ന വഴിയാണ് വെളിച്ചെണ്ണ തരുന്നതെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞത്. ഇതേ വെളിച്ചെണ്ണയും മേടിച്ചിട്ടുണ്ട് 1 കിലോ. സാധാരണ 4 കിലോ വെളിച്ചെണ്ണയൊക്കെ മേടിക്കണം. കടയുണ്ട്. ഇവിടുന്ന് വീട്ടിൽ നിന്ന് കുപ്പിയായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുപ്പിയായിട്ട് കൊണ്ടുവന്നു. കുപ്പിയിലാക്കി വെക്കും നമ്മള്. എല്ലാ എന്നെ വിവരമായിട്ട് വിട്ടുതരും. പിന്നെ ഒരു കാര്യം നമ്മൾ മറക്കാത്തൊരു കാര്യമുണ്ട്. പുറത്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴും പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല ടീമേ. ഈ സംഭവം എന്താണെന്ന് അറിയാല്ല. അമ്മച്ചിക്ക് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് അപ്പച്ചന്റെ പതിവ്. ഞായറാഴ്ച ഇതുപോലെ ഒരു പോക്കുണ്ട് പുറത്തേക്ക്. സൈക്കിളായിരുന്നു അന്നുണ്ടായത്. സൈക്കിളിൽ ഇങ്ങനെ പോയി. അപ്പച്ചന്റെ അത്ര വന്നിട്ടില്ല. അപ്പച്ചൻ പച്ചക്കറിയും കൊണ്ടുവരും. അപ്പച്ചൻ പച്ചക്കറി എല്ലാത്തരം ഇതും മീനും ബീഫും എല്ലാം കൂടെ മേടിച്ചിട്ടുണ്ട്. ചിന്നമ്മ എന്നൊരു വിളിയുണ്ട്. അവിടെ തടിപ്പാല പറഞ്ഞപ്പോ അപ്പച്ചൻ ചെറുതടിച്ചിട്ടുണ്ടാവും. അത് കഴിച്ച വീട്ടിലെ ആവശ്യം കഴിച്ചിട്ട് കഴിക്കുള്ളൂ. അത് വന്നിട്ട് എല്ലാം എന്ത് കറി ഉണ്ടെങ്കിലും അപ്പച്ചന് ഉപ്പുമുളകും പിടിക്കാൻ പറയും. അല്ല ഉണക്കുകയും പറക്കാൻ വേണ്ടി പറയും. അടിപൊളിയാണ്. വെള്ളിയാഴ്ച കവറടക്കം കഴിയുമ്പോ അപ്പച്ചൻ തപ്പാൻ പോകും. മീനും കൊണ്ടുവന്ന് പിടിക്കാൻ വേണ്ടി പോകും. തിളപ്പിച്ച് അത് എന്റെ കൊച്ചേട്ടനെ ഇട്ടേക്കണം. മീനും കൊണ്ടുവന്ന് അപ്പച്ചൻ തിളപ്പിച്ച് കറിയുന്നുള്ളൂ. അപ്പൊ അമ്മച്ചി ഇതൊന്നും കഴിക്കും. ചായ
അതുപോലെ കടിച്ചില്ല കിട്ടിയിട്ടില്ല. ആരും എടുക്കണോ എടുക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. ഞായറാഴ്ച ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ടൈം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 11:30 മണിയായിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി ഇനി നമ്മൾ എരിവരിച്ച് വെക്കാനുള്ള ഇറച്ചിയല്ല ചിക്കൻ എരിവേറി. ചിക്കൻ എരിവറി വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ചിക്കൻ എരിവേറിയും കൂടി വെച്ചിട്ട് കാണിക്കും. ചിക്കൻ എരിവറി വെക്കാനായിട്ട് ചിക്കത്തിന് വേവ് കുറവായതുകൊണ്ട് സവാള നേരിതായിട്ട് ചെറുതായിട്ട് അരിയാം. അതൊക്കെ പിന്നെ പറഞ്ഞോണ്ട് കൈപ്പിള പറഞ്ഞു കൊടുക്കുന്നതാ. അപ്പോൾ ഞങ്ങളുടെ സൺഡേക്ക് ഇങ്ങനെയാണ് ടൈം. നിങ്ങളുടെ സൺഡേ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. സൺഡേ ആ നേരത്തെ രാവിലെ കടയിൽ പോയില്ലെങ്കിൽ ഉറക്കം വരില്ല. രാവിലെ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതാണ് സൺഡേ. ഞങ്ങൾക്ക് സൺഡേ ആണെങ്കിൽ ഞങ്ങൾക്ക് ചിക്കൻ അല്ലെങ്കിൽ ബീഫ് എന്തെങ്കിലും വേണം. മീനൊന്നും പറ്റില്ല. മീൻ ദിവസം മാത്രം. അപ്പോഴത്തെ മിക്കവാറും തലേദിവസം മേടിച്ചു ശനിയാഴ്ച മേടിച്ചിട്ട് വരും. അല്ലെങ്കിൽ ഞായറാഴ്ച കാലത്ത് എഴുന്നേറ്റ് ഓടി അപ്പോഴത്തേക്കും കട്ടൻ ചായം കുടിച്ചിട്ടും നേരെ മാർക്കറ്റിലോട്ട് പോകും. പോയി മേടിച്ചിട്ട് വരും. അപ്പച്ചനൊപ്പം വന്നില്ലെങ്കിലും മകനും കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. അപ്പം പിന്നെ അധികം പറഞ്ഞ് മുഴുപ്പിക്കുന്നില്ല. അപ്പച്ചന് പകരം ഇപ്പം എളിയ മകനാണ് അതേ അച്ചടിച്ചേക്കണത്. അതുപോലെ തന്നെ മൂത്ത മകന് വീട് വേറെയല്ല, അവിടെ ആ മകനും ചെയ്യുന്നത് തന്നെ. അപ്പം നമുക്ക് ചിക്കൻ എരിവറിയും കൂടെ ഉണ്ടാക്കണം കാണിക്കാം. പിന്നെ ചിക്കൻ എരിവറി വെച്ച് കഴിഞ്ഞിട്ടാ ഇതാണ് ചിക്കൻ എരിവറി വെച്ചേണ്ട. സാധാരണ ബീഫ് വെക്കണവരൊക്കെ തന്നെ വെക്കണത്. ഇപ്പം ഇങ്ങനെ വെക്കട്ടെ, ബീഫ് വെച്ചോണ്ടേ കാണിക്കാട്ടെ. നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയതുകൊണ്ടാണ് നിങ്ങളാരും കാണുന്നില്ല നമ്മുടെ വീഡിയോ ഏറ്റവും അവസാനം വരെ. അതുകൊണ്ട് ചിക്കൻ എരിവറിയുടെ അല്ലേ, ചിക്കൻ എരിവറി വെക്കുന്ന വേറെ ദിവസം കാണിക്കുന്നതായിരിക്കും. അതല്ലേ കളർ കാണുമ്പോൾ തന്നെ അറിയാല്ല. ഇത്തിരി ചാറിങ്ങോട് വെച്ച് പൊട്ടിക്ക്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ തിന്ന് കാണിക്കുന്നതായിരിക്കും. ഉപ്പിന്റെ കുറവുണ്ട് അമ്മച്ചി. തരാം കല്ലുപ്പ് ഇട്ടോട്ടെ, ചിലക്കിക്കോ. പിന്നെ ഉണ്ട് ഒരാളുടെ കുറവുണ്ട് ഇവിടെ. ഞാനേ സോഡ നാരങ്ങൾ ഉണ്ടാക്കാം. ഇതിനകത്ത് ഒരു അരമുറി കാന്താരി അല്ല പച്ചമുളക്, പിന്നെ ഇഞ്ചി. ആ ഇങ്ങനെ ജസ്റ്റ് ഇഞ്ചി അടിച്ച കൊരങ്ങനാവും. അണ്ണനാണോ? ഇഞ്ചി അടിച്ച അണ്ണ അല്ലേ? ഞങ്ങള് ഗ്യാസ് രാവിലെ തീർന്നു പോയി. ഇതല്ല ഞങ്ങള് ചെറിയൊരു ഗ്യാസ് കൂട്ടി എടുത്തേക്കുന്നതാണ്. വലുതെപ്പോ കിട്ടും? വലുത് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ കുറ്റി തീരാറില്ല. ഒന്ന് ഇരുമ്പോ ഒന്നെടുത്ത് വെക്കണേ. ഇപ്പം 2 മാസമായിട്ട് ഞങ്ങൾക്ക് കുറ്റി തീർന്നു പോയിന്. എപ്പോഴും ഒരു കുറ്റി സ്റ്റോക്കായിരിക്കും. അമ്മച്ചിയുടെ മുഖത്ത് മുളക് പൊടി കണ്ടിട്ടേക്കല്ലേ അവിടെ. താരെടുത്തോളേ. അപ്പൊ നമ്മുടെ സോഡ നാരങ്ങൾ റെഡി ആകുമ്പോ വെച്ചൊരു സ്പൂൺ എടുത്തു തരുമോ? ഇല്ല, തെറിച്ച് പോവോ? ഞാൻ പതുക്കെ തുറന്നാണ്, ചേട്ടന് തെറി പിടിച്ചോണ്ടാ. അപ്പൊ ഇത് ഞാൻ തുറക്കട്ടെ? ഗ്യാസ് പോവോ? നല്ല ഗ്യാസ് ഉള്ളതാണെന്ന് തോന്നല്ലേ? പതുക്കെ തുറന്നു. നമുക്കിതിനെ കടയിലൊക്കെ കിട്ടുന്ന പോലെ ട്രൈ ചെയ്യാട്ടോ. കല്ലുപ്പിട്ടാ കല്ലുപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. കല്ലുപ്പ് കല്ലുപ്പ് കുറച്ചിട്ടാ പോരെ? ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഉപ്പ്. കുറച്ചും കൂടി ഇട്ടോ. അതിട്ടോ കുറച്ചും കൂടി ഇട്ടോ. മതി. ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാട്ടോ. ഇളക്കിട്ട് അരിക്കണോ ഇനി ഇത്? അപ്പൊ ഇടയ്ക്ക് ഇഞ്ചിയൊക്കെ കടിക്കും കേട്ടോ. അപ്പൊ ചേട്ടൻ അണ്ണാൻ. എന്താ ഞാൻ ഒഴിക്കുവാണേ. ഒഴിക്കുവാണേ. അപ്പൊ എങ്ങനെയുണ്ട്? ഉപ്പുണ്ടോ നോക്കിക്കേ. കുടിച്ചോ. ആരാദ്യം കുടിച്ചിരിക്കുന്നല്ലോ. എങ്ങനെയുണ്ട്? ചുമക്കല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കൈ ഇങ്ങനെ ഇട്ട് കുടിക്കുന്നുണ്ട്.
അപ്പുറത്തിട്ടുണ്ട്. ആ കുടി. തീർന്നുപോയി. എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ. ഓക്കെ.